Holy shit! Holy Quran! Holy shit! Bye-bye. ഭയങ്കര സങ്കടമായി. അതായത് പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വേർഡ്സായ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആനിനെ വളരെ പുച്ഛത്തോടെ നിരുത്സാഹപ്പെടുത്തിയിട്ട് വേസ്റ്റ് ഡപ്പിൽ നമ്മൾ വേസ്റ്റുകളൊക്കെ ഇടൂലേ, നമ്മൾ തിന്നീൻ്റെ മറ്റു പല അവശിഷ്ടങ്ങളും വേസ്റ്റ് ഇടുന്ന പൊട്ടിയിൽ ഈ ഖുർആൻ വളരെ ലാഘവത്തോടെ പരിഹസിച്ചിട്ട് ആ ഡപ്പി കണ്ടിടുന്നു. നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ 2-3 വട്ടം കണ്ടു. ഈ 2-3 വട്ടം കണ്ടത് കൊണ്ട് പിന്നെ റീൽസ് തോണ്ടുമ്പോൾ മുഴുവന് ഇത്തരത്തിൽ ഖുർആനെ നിരുത്സാഹപ്പെടുത്തുന്ന വീഡിയോസാണ് വരുന്നത്. അതെന്താണെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, 14-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യ സമ്പുഷ്ടരും കവികളും അണിനിരന്ന ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കൊണ്ട് വെല്ലുവിളിച്ചപ്പോൾ അതുപോലും കൊണ്ടുവരാൻ കഴിയാത്ത മനുഷ്യരാണോ ഈ കടലും ഈ ആകാശവും ഈ ഭൂമിയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ച പരിശുദ്ധവാനായ ദൈവത്തിൻ്റെ സംസാരത്തെ വേർഡ്സിനെ പുച്ഛിച്ചു തള്ളുന്നത്? എടാ, മുഹമ്മദിൻ്റെ തലെടുക്കാൻ ഇറങ്ങിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ജട കുത്തിയ കണ്ണ് ചുവന്ന കുബൈസി തായ്വരകളിലെ എണ്ണും കണക്കൂലാതെ മനുഷ്യന്മാരെ കൊന്നു കളഞ്ഞ ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ പരിശുദ്ധമായ സുന്ദരമായ കലാം അള്ളാഹിൻ്റെ വേർഡ്സ് കേട്ടിട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഇത് മനുഷ്യ സൃഷ്ടിയല്ല, പടച്ചോൻ്റെ കലാമാണ്. അതുമ്മ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അന്ത്യനാൾ അടുക്കുമ്പോഴും അന്ത്യനാൾ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോഴും ഈ കലാമിനെ പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇൻഷാ അല്ലാഹ്.